Hi friends, welcome to Competitive Cracker. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റ് കെമിസ്ട്രിയിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിൾ ആണ്, പക്ഷേ നമുക്ക് ക്ലാസ്സിലിരിക്കുന്ന എക്സാം ടൈമിൽ കുറച്ച് ചെയ്ത് നോക്കാനായിട്ട് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യുന്നതാണ്. ബട്ട് അതിൻ്റെ കുറച്ച് ട്രിക്സ് കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു ട്രിക്സ് വെച്ച് തന്നെ പറഞ്ഞു തരാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: ഐഡന്റിഫൈ ദ കറക്റ്റ് ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് ദ സ്പീഷീസ് ഗിവൺ. ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്നത് NO മൈനസ് NO പ്ലസ്. അപ്പോൾ ഇവരുടെ സ്റ്റെബിലിറ്റിയുടെ ഓർഡറിൽ കൃത്യമായി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബോണ്ട് ഓർഡർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും? സ്റ്റെബിലിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ബോണ്ട് ഓർഡർ ഏതിനാണ് കൂടുതൽ എന്ന് നമുക്ക് നോക്കാം. അതാണ് ഏറ്റവും സ്റ്റേബിൾ. അപ്പോൾ നമ്മൾ ഓർക്കും ഇതിൻ്റെ എല്ലാം ബോണ്ട് ഓർഡർ നമ്മളിനി കണ്ടുപിടിക്കേണ്ടതെന്ന്. അപ്പോൾ ബോണ്ട് ഓർഡർ കാണാനായിട്ട് നമുക്കൊരു വിദ്യയുണ്ട്. അതായത് ഇപ്പോൾ 14 ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 14 വരുന്ന സ്പീഷീസ് ആണെങ്കിൽ അതിൻ്റെ ബോണ്ട് ഓർഡർ എത്രയായിരിക്കും? നിങ്ങൾക്കറിയാം, നൈട്രജൻ N2 മോളിക്യൂൾ, N2 മോളിക്യൂളിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വന്നിരിക്കുന്നത് 14 ആണ്. അതിൻ്റെ ബോണ്ട് ഓർഡർ നിങ്ങൾക്ക് അറിയാമല്ലോ, എത്രയാണ്? ബോണ്ട് ഓർഡർ 3 ആണ്. ഇനി ബോണ്ട് ഓർഡർ 15 വരുന്ന കേസിൽ ഇവിടെ ബോണ്ട് ഓർഡർ 15 നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 15 വരുന്ന കേസിൽ ബോണ്ട് ഓർഡർ 2.5 ആണ്. 16 വരുന്ന കേസിൽ 2 ആണ്. 17 വരുന്ന കേസിൽ 1.5ഉം 18 വരുന്ന കേസിൽ 1ഉം ആണ് ബോണ്ട് ഓർഡർ. ഇനി അതുപോലെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 13 വരുന്ന കേസിൽ വീണ്ടും ബോണ്ട് ഓർഡർ വരുന്നത് 2.5, 12 ഇലക്ട്രോൺസ് വരുന്ന കേസിൽ 2, ഇനി 11 ഇലക്ട്രോൺസ് വരുന്ന കേസിൽ 1.5ഉം 10 ഇലക്ട്രോൺസ് വരുന്ന കേസിൽ 1ഉം ആണ്. അപ്പോൾ നമ്മൾ ഈ ഓരോ സ്പീഷീസിലെയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമുക്ക് നോക്കാം. അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ബോണ്ട് ഓർഡർ പറയാൻ കഴിയും. ഇപ്പം NO മൈനസ് എന്ന് പറയുമ്പോൾ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് അതിൽ മൊത്തം? NO മൈനസ് നൈട്രജനിനകത്ത് 7 ഇലക്ട്രോൺസ്, ഓക്സിജനിൽ 8 ഇലക്ട്രോൺസ് അല്ലേ? അപ്പോൾ 7 + 8 15ൻ്റെ കൂടെ 1 ഇലക്ട്രോൺ കൂടെ അധികം വരുന്നുണ്ട്. അപ്പോൾ NO മൈനസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ 16 ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി NOയിലോ? NO നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 7 + 8 നൈട്രജനിലെ 7 ഇലക്ട്രോണും ഓക്സിജനിലെ 8 ഇലക്ട്രോൺസും കൂടെ ചേർന്ന് അവിടെ എത്ര ഇലക്ട്രോൺസ് വരുന്നുണ്ട്? 7 + 8 15 ഇലക്ട്രോൺസ് വരുന്നുണ്ട്. ഇനി NO പ്ലസ് എന്ന് പറയുമ്പോഴോ? NO പ്ലസ് എന്ന് പറയുമ്പോൾ 1 ഇലക്ട്രോൺ കുറവാണല്ലേ? നൈട്രജനിലെ 7 ഇലക്ട്രോണും ഓക്സിജനിലെ 8 ഇലക്ട്രോണും, അതിലും 1 ഇലക്ട്രോൺ കുറവ്. അപ്പം NO പ്ലസ്സിലാണ് ഇവിടെ 14 ഇലക്ട്രോൺസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം NO പ്ലസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ബോണ്ട് ഓർഡർ 3 ആണ്. 14 ഇലക്ട്രോൺസ് വന്നിരിക്കുന്നതുകൊണ്ട് NO പ്ലസിൻ്റെ ബോണ്ട് ഓർഡർ 3 ആണ്. 15 വന്നിരിക്കുന്നതുകൊണ്ട് NOയുടെ ബോണ്ട് ഓർഡർ 2.5 ആണ്. ഇനി NO മൈനസ് വന്നിരിക്കുന്നത് കൊണ്ട് NO മൈനസിനകത്ത് 16 ഇലക്ട്രോൺസ് വന്നിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ബോണ്ട് ഓർഡർ വരുന്നത് 2 ആണല്ലേ? അപ്പോൾ NO പ്ലസിൻ്റെത് 3ഉം NOയുടെ ബോണ്ട് ഓർഡർ 2.5ഉം NO മൈനസിൻ്റെ ബോണ്ട് ഓർഡർ 2ഉം. അപ്പം നമുക്ക് ബോണ്ട് ഓർഡറിൻ്റെ ഓർഡറിൽ പറഞ്ഞു കഴിഞ്ഞാൽ NO പ്ലസിനാണ് ബോണ്ട് ഓർഡർ ഏറ്റവും കൂടുതൽ, അതിലും കുറവ് NOയ്ക്ക്, അതിലും കുറവാണ് വന്നിരിക്കുന്നത് NO മൈനസിന്. അതുകൊണ്ട് സ്റ്റെബിലിറ്റി ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? NO പ്ലസിനാണ് ഏറ്റവും സ്റ്റെബിലിറ്റി കൂടുതൽ. പിന്നീട് NOയ്ക്കും NO മൈനസിനാണ് ഇവിടെ ഏറ്റവും സ്റ്റെബിലിറ്റി കുറവ്. ഇത് നമ്മളൊരു ട്രിക്ക് യൂസ് ചെയ്തുകൊണ്ട് ബോണ്ട് ഓർഡർ കണ്ടുപിടിച്ച് അതിൻ്റെ സ്റ്റെബിലിറ്റിയിലേക്ക് എത്തിയതാണ്. നമുക്കറിയാം ബോണ്ട് ഓർഡർ ആക്ച്വലി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ ബോണ്ട് ഓർഡർ കാണാനായിട്ട് നമുക്ക് എത്രയാണോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എടുക്കണം. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിൽ നിന്നും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ എടുത്തിട്ട് അതിനെ ഡിവൈഡഡ് ബൈ 2.
അങ്ങനെയാണ് നമ്മൾ ഓരോ സ്പീഷീസിൻ്റെയും ബോണ്ട് ഓർഡർ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വന്നിട്ടുള്ളത്. ഇത് 2022 ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ ബോണ്ട് ഓർഡർ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എല്ലാ പ്രാവശ്യവും നമ്മുടെ സെറ്റ് എക്സാമിന് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മാർക്ക് പോവാതിരിക്കാനുള്ള ട്രിക്കാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ വന്നിരിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ 3 component സിസ്റ്റം മാക്സിമം നമ്പർ ഓഫ് ഫേസസ് ദാറ്റ് ക്യാൻ കോ എക്സിസ്റ്റ് അറ്റ് ഇക്വിലിബ്രിയം. ഒരു 3 component സിസ്റ്റത്തിൽ മാക്സിമം നമ്പർ ഓഫ് ഫേസസ് കാണാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഗിബ്സിന്റെ ഫേസ് റൂൾ അറിയാം അല്ലെ? ഗിബ്സ് ഫേസ് റൂൾ അനുസരിച്ചിട്ട് എഫ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് 2 എന്നുള്ള ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. എഫ് എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഫ്രീഡം എഫ് ഈക്വൽ ടു സി മൈനസ് പി പ്ലസ് 2. ഇവിടെ സി എന്ന് പറയുന്നത് നമ്പർ ഓഫ് കമ്പോണൻസ് ആണ്. ഇവിടെ നമുക്ക് ഫേസ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടെ 2 എന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 3 component സിസ്റ്റം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അത് ഇക്വിലിബ്രിയത്തിലാണ്, കോ എക്സിസ്റ്റഡ് ഇക്വിലിബ്രിയം എന്ന്. ഇക്വിലിബ്രിയത്തിൽ കോ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിപ്പിൾ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സോളിഡും വേപ്പർ ഫേസിലുള്ളതും ലിക്വിഡ് ഫേസിലുള്ളതും ഒന്നിച്ച് വരുന്ന ആ ഒരു സ്റ്റേറ്റിൽ അവിടുത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം എഫ് എന്ന് പറയുന്നത് ട്രിപ്പിൾ പോയിന്റിൽ എഫ് ഈക്വൽ ടു എന്താണ്? 0 ആണ്. അപ്പോൾ ഈ കോ എക്സിസ്റ്റഡ് ഇക്വിലിബ്രിയം എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഒരു 3 component സിസ്റ്റം അതിൻ്റെ ട്രിപ്പിൾ പോയിന്റിൽ എഫ് ഈക്വൽ ടു 0 ആണെന്നുള്ളതാണ്. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് 3 component സിസ്റ്റം എന്ന്. അതുകൊണ്ട് സി ഈക്വൽ ടു എന്താണ്? 3 ആണല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പി ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പി ഈക്വൽ ടു 3 + 2. അതുകൊണ്ട് ഇവിടുത്തെ നമ്പർ ഓഫ് ഫേസ് എത്രയാണ്? നമ്പർ ഓഫ് ഫേസ് 5 ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണല്ലേ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി 5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, നമുക്ക് കാർബൺ ഡയോക്സൈഡിൻ്റെ നോർമൽ മോഡ്സിൻ്റെ എണ്ണം അറിയാം, 4 ആണല്ലേ. അപ്പോൾ അതല്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആ രീതിയിലും ചോദിക്കാറുണ്ട് ടോട്ടൽ നമ്പർ ഓഫ് മോഡ്സ് കാണാനായിട്ട്. അപ്പോൾ ലീനിയർ മോളിക്യൂൾ ആണെന്നുണ്ടെങ്കിൽ 3n-5 എന്നുള്ള ഇക്വേഷനും, നോൺ ലീനിയർ മോളിക്യൂൾ ആണെങ്കിൽ 3n-6 വെച്ചിട്ടുള്ള ഇക്വേഷൻ യൂസ് ചെയ്താണ് നമ്മളത് കാണുന്നത്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്പർ ഓഫ് നോർമൽ മോഡ്സ് എന്ന് പറയുന്നത് 4 ആണ്. പിന്നെ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ ഹാസ് 4 നോർമൽ മോഡ്സ് ഓഫ് വൈബ്രേഷൻ. അതിൽ സിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് പറയുന്നതിനെയാണ് ഇവിടെ ν1 എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ സിമെട്രിക് സ്ട്രെച്ചിങ് ഉണ്ട്, ആൻറ്റി സിമെട്രിക് സ്ട്രെച്ചിങ് ഉണ്ട്. അതിനെയാണ് ഇവിടെ ν2 എന്ന് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഡബ്ലി ഡീജനറേറ്റ് ആയിട്ടുള്ള ബെൻഡിങ് ഉണ്ട് ν3. ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആ ν1നെയും ν2നെയും ν3യെയും വെച്ചുകൊണ്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് സിമെട്രിക് സ്ട്രെച്ചിങ് ഉണ്ട്, ആൻറ്റി സിമെട്രിക് സ്ട്രെച്ചിങ് ഉണ്ട്, ബെൻഡിങ് ഉണ്ട്. അപ്പോൾ അതിനെ വെച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ν1 ഈസ് രാമൻ ആക്റ്റീവ് ആൻഡ് ν2 ആൻഡ് ν3 ആർ ഇൻഫ്രാറെഡ് ആക്റ്റീവ് അല്ലെങ്കിൽ IR ആക്റ്റീവ്. ν1 എന്ന് പറയുന്നത് രാമൻ ആക്റ്റീവും ν2 ആൻഡ് ν3 എന്ന് പറയുന്ന IR ആക്റ്റീവ് ആണെന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ. പിന്നീട് പറഞ്ഞിരിക്കുന്നത് ν1 ഈസ് ഇൻഫ്രാറെഡ് ആക്റ്റീവ് ആൻഡ് ν2 ആൻഡ് ν3 ആർ രാമൻ ആക്റ്റീവ്. All the 3 are Raman active and ν1 and ν2 are Raman active and ν2 and ν3 are infrared active. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാനുള്ളത് എപ്പോഴാണ് IR ആക്റ്റീവ് ആകുന്നത്? IR ആക്റ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ ഡൈപോൾ മൊമെന്റിൽ ചേഞ്ച് ഉണ്ടാകണമെന്ന് നമുക്കറിയാം അല്ലേ. ഇപ്പോൾ ഇവിടെ സിമെട്രിക് സ്ട്രെച്ചിങ് വരുന്ന സമയത്ത് ഡൈപോൾ മൊമെന്റിൽ ചേഞ്ച് ഉണ്ടാവുമോ? ഇല്ല. സിമെട്രിക് സ്ട്രെച്ചിങ്ങിന്റെ സമയത്ത് ഈക്വൽ ആയിട്ടാണല്ലേ. അപ്പോൾ സിമെട്രിക് സ്ട്രെച്ചിങ്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ സിമെട്രിക് സ്ട്രെച്ചിങ് വരുന്ന സമയത്ത് അവിടെ ഡൈപോൾ മൊമെന്റ് ചേഞ്ച് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് അത് IR ഇനാക്റ്റീവ് ആയിരിക്കും. അതായത് സിമെട്രിക് സ്ട്രെച്ചിങ് എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നത് ν1 ആണ്. അപ്പോൾ അവിടെ ഡൈപോൾ മൊമെന്റ് ചേഞ്ച് ആവാത്തത് കൊണ്ട് തന്നെ ν1 എന്ന് പറയുന്നത് IR ഇനാക്റ്റീവ് ആയിരിക്കും. അപ്പം നമുക്ക് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് രാമൻ ആക്റ്റീവ് ആയിരിക്കും. അതായത് നമുക്കറിയാം IR ഇനാക്റ്റീവ് ആയത് രാമൻ ആക്റ്റീവ് ആയിരിക്കും.
രാമൻ ആക്റ്റീവ് ആയിട്ടുള്ളത് എന്തായിരിക്കും? IR ഇനാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ IR ഇനാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ രാമൻ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ശരിയാണല്ലോ. ന്യൂ1 ഈസ് രാമൻ ആക്റ്റീവ്. പിന്നെ വരുന്ന ആന്റി സിമെട്രിക് സ്ട്രെച്ചിങ്ങും ഡബ്ലി ഡീജനറേറ്റഡ് ആയിട്ടുള്ള ബെൻഡിങ്ങും, അത് രണ്ടും എന്താണ്? ആന്റി സിമെട്രിക് ആയിട്ടുള്ള സ്ട്രെച്ചിങ്ങും ബെൻഡിങ്ങും നടക്കുന്ന സമയത്ത് അവിടെ ഡൈപോൾ മൊമെന്റിന് ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതെന്താണ്? IR ആക്റ്റീവ് ആണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എയിൽ പറഞ്ഞിരിക്കുന്നത് ന്യൂ1 ഈസ് രാമൻ ആക്റ്റീവ് ആൻഡ് ന്യൂ2 ആൻഡ് ന്യൂ3 ആർ ഇൻഫ്രാറെഡ് ആക്റ്റീവ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ അല്ലേ ഇവിടെ കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ന്യൂ1 ഈസ് രാമൻ ആക്റ്റീവ് ആൻഡ് ന്യൂ2 ആൻഡ് ന്യൂ3 ആർ ഇൻഫ്രാറെഡ് ആക്റ്റീവ്. ഓപ്ഷൻ എ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫോർ ലീനിയർ മോളിക്യൂൾ നമ്പർ ഓഫ് വൈബ്രേഷൻസ് എന്ന് പറയുന്നത് 3n-5 ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ അവിടെ നമ്പർ ഓഫ് ആറ്റംസ് വരുന്നത് അതാണ് n എന്ന് പറയുന്നത്. അവിടെ 3 ആണ് അല്ലേ. അപ്പോൾ 3n-5 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3 × 3 - 5 = 4. അങ്ങനെയാണ് അവിടെ 4 നോർമൽ മോഡ്സ് ഉണ്ടെന്നുള്ളതിലേക്ക് നമ്മൾ എത്തിയത്. കാർബൺ ഡൈ ഓക്സൈഡ് സിമെട്രിക് സ്ട്രെച്ച് ഈസ് നോട്ട് IR ആക്റ്റീവ് ബിക്കോസ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ്. അതാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. ബിക്കോസ് ദ നെറ്റ് ഡൈപോൾ മൊമെന്റ് ആർ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ആസ് എ റിസൾട്ട് ദേ ക്യാൻസൽ ഈച്ച് അതർ. അതെ, അതുകൊണ്ടാണ് അവർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അവിടെ നടക്കുന്നത് സ്ട്രെച്ചിങ്. അതുകൊണ്ടാണ് അത് ക്യാൻസൽ ചെയ്ത് പോകുന്നത്. ഇൻ ദ ആന്റി സിമെട്രിക് സ്ട്രെച്ച് ഓക്സിജൻ ആറ്റം മൂവ്സ് അവേ ഫ്രം ദ കാർബൺ ആറ്റം ആൻഡ് ജനറേറ്റ്സ് എ നെറ്റ് ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ്. അപ്പൊ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഉണ്ടായാൽ മാത്രമേ എന്താവത്തുള്ളൂ? IR ആക്റ്റീവ് ആവുകയുള്ളൂ. അപ്പൊ അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മുടെ സെറ്റ് അസ്ത്രയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് സെറ്റ് കെമിസ്ട്രിക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു ലോങ് ടൈം ബാച്ചാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ അതിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ പ്രത്യേകത, നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെൻറ്റർഷിപ്പോട് കൂടിയാണ് നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ട്, ലൈവ് ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ ഈ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് CCയോടൊപ്പം ചേർന്നുകൊണ്ട് സെറ്റ് എന്ന നമ്മുടെ സ്വപ്നം നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.